പ്രൈസലോ കർത്താവിന്റെ അതിപരിസമായ നാമമായിട്ട് കിടക്കാം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനിശ്ചിന്തയ്ക്കായി ഒരു ദൈവജനഭാഗം വായിക്കുന്നു. രമ്യ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനെ ദൈവത്തെ സ്തുതിക്കുന്നു. നിരവധി തവണകൾ ഈ വചനം വായിച്ചു, പഠിച്ച്, സംസാരിച്ച് ആത്മീയ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. അനവധി മെസ്സേജുകൾ ഇന്ന് കേട്ടിട്ടുണ്ട്. ഞാനും അനവധി പ്രാവശ്യം ഈ ഭാഗം സംസാരിച്ചിട്ടുണ്ട്. അല്ലേരിയ. അപ്പൊ ഇത് പകൽ വീണ്ടും നമ്മൾ ഈ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, നാം നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ലോകത്ത് നിന്ന് സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ, ജനജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നാം മനസ്സിലാക്കി ഉള്ള വിഷയത്തെ ആസ്പദമാക്കി നാം ചിന്തിക്കുമ്പോൾ യിരെമ്യാവിനെ പോലെ നമുക്കും പറയാൻ കഴിയും, രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത്രമാത്രം അരാജകത്വത്തിലേക്കും അധർമ്മത്തിലേക്കും പാപത്തിലേക്കും നാശത്തിലേക്കും ജീവഹാനി സംഭവിക്കുന്ന നിലയിലേക്കാണ് ഇവിടെ രാജ്യരാഷ്ട്രങ്ങളിലെ പോക്കെന്ന് പറയുന്നത്. പ്രൈസലോ. മനുഷ്യന് ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ ലോകത്തിൽ തന്നെ ഇടപഴകി ജീവിച്ച് ഈ ലോകത്തിൽ എന്തൊക്കെയോ നേടിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മനുഷ്യൻ പലതും ചെയ്യുന്നതുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലേ, അപ്പോൾ തന്നെ ദൈവത്തെ അനുസരിക്കാതെ നല്ലൊരു ശതമാനം ജനം പാപം ചെയ്ത് പാപത്തിനടിമകളായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജനത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് യിരെമ്യാ പ്രവാചകനെ പോലെ നമ്മുടെ കടമയാണ്. തിക്തം ചെയ്യും. പ്രൈസലോ. ഓരോ കുടുംബത്തിന് വേണ്ടി, ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൗത്യമാണ്. അല്ലേരിയ. ലോകമോഹങ്ങൾ ഉപേക്ഷിച്ചിട്ട് നാം ദൈവത്തിന് മുഴങ്ങാനും ഇടയ്ക്ക് യിരെമ്യാവിനെ പോലെ നമുക്ക് പറയുവാൻ കഴിയുക, അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് പ്രവാചകന്റെ ആത്മഭാരം ഏറ്റെടുക്കുന്നതാണ് ഒരു ദൈവവിശ്വാസിയുടെ കടമ, ഒരു ദൈവസഭയുടെ കടമ. പക്ഷെ ഇന്ന് ദൈവസഭയ്ക്ക് പ്രാർത്ഥന നഷ്ടപ്പെട്ടു, വിശ്വാസിക്ക് പ്രാർത്ഥന നഷ്ടപ്പെട്ടു, ദൈവദാസന്മാർക്ക് പ്രാർത്ഥന നഷ്ടപ്പെട്ടു. അവർക്കെല്ലാം ഈ കാലഘട്ടത്തിൽ കുത്തിത്തിരിപ്പും രാഷ്ട്രീയവും പണത്തിന്റെ പിന്നാലെ രാജ്യങ്ങളിലേക്ക് ഓടുവാൻ, ഞാനാണ് വലിയവൻ, ഞാനാണ് ഏറ്റവും വലിയ പ്രഭാഷകൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മനുഷ്യൻ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആത്മഭാരം നഷ്ടപ്പെട്ടു പോയി. പ്രസംഗത്തിൽ ആത്മഭാരമുണ്ട്, പക്ഷെ ജീവിതത്തിലില്ല. അല്ലേലൂയ. രക്തം ചെയ്യും. അനവധി പ്രസംഗരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഭയങ്കര ആത്മഭാരത്തിലാണ് പ്രസംഗിക്കുന്നത്, പക്ഷെ അവരുടെ ജീവിതത്തില്ല. കാരണം അവരോട് സംസാരിക്കണം. പ്രൈസലോ. ഇവിടെ വേദപുസ്തകത്തിനകത്ത് കണ്ണുനീരിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്ന യിരെമ്യാ പ്രവാചകനെയാണ്. അല്ലേരിയ. മറ്റൊരു പ്രവാചകനെ കണ്ണുനീരിന്റെ പ്രവാചകൻ എന്ന് വിളിച്ചിട്ടില്ല. യിരെമ്യാവ് എന്ന പേരിന് ആമി യഹോവയുടെ നിയമം എന്നാണ് അർത്ഥം. യിരെമ്യാവിന്റെ കാലം ആമി ക്രിസ്തുവിന് മുമ്പ് എന്ന് പറഞ്ഞാൽ BC, അല്ലെങ്കിൽ 626 തൊട്ട് 584 വരെ ഉള്ള കാലഘട്ടമാണ്. അല്ലേരിയ. ചെറിയ വയസ്സ് മുതൽ തന്നെ പ്രവാചക ശുശ്രൂഷകരായി യിരെമ്യാവിനെ ദൈവം വേർതിരിച്ചിരുന്നു. തന്റെ ചെറിയ പ്രായം തൊട്ട് തന്നെ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി യിരെമ്യാവിനെ വേർതിരിച്ചിരുന്നു. ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ ഓർക്കണം അത് ഏത് സാഹചര്യമാണെന്ന്. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലും കാണുന്നുണ്ട്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നുണ്ട്. അമ്മയുടെ ഉദരത്തിൽ അല്ലേലൂയ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്നാണ്. അല്ലേലൂയ. അപ്പൊ അമ്മയുടെ ഗർഭപാത്രത്തിൽ പുറത്തു വരുന്ന മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചെന്നാണ്. എന്നൊക്കെ ജാതികൾക്ക് പ്രവാചകനാക്കി. അപ്പം വലിയ ആത്മവിളിയുള്ള, ആത്മനിയോഗമുള്ള, ദൈവിക ദൗത്യമുള്ള ഒരു നല്ല ശുശ്രൂഷകനായിരുന്നു യിരെമ്യാവ്. അതുകൊണ്ട് തന്നെ തന്റെ മേൽ വലിയ ആത്മഭാരമാണ് വരുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എങ്കിലും അദ്ദേഹം പ്രവചിച്ച പ്രവചനത്തിന് നിമിത്തം എല്ലാവരും അദ്ദേഹത്തെ പകച്ചു. യിരെമ്യാവ് പ്രവചിച്ച പ്രവചന മുഖാന്തരം അനവധി ആ കാലഘട്ടത്തിലെ ജനങ്ങളെല്ലാം യിരെമ്യാവിനെ പകച്ചു. ഹല്ലേലൂയ.
എത്രയോ കഷ്ടപ്പാടുകൾ ആണ് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു. ഏതെല്ലാം കഷ്ടപ്പാടുകൾ പാതയിലൂടെ അദ്ദേഹം പോകേണ്ടിയിരുന്നു. ആമേൻ. ദൈവം അദ്ദേഹത്തെ പ്രവാചകനായി നിയമിച്ചു. ഒരുപാട് കഷ്ടപ്പാടുകൾ, കഷ്ടത നിറഞ്ഞ പാതയിലൂടെ അദ്ദേഹം കടന്നു പോകേണ്ടി വന്നു. ജനങ്ങൾ യിരെമ്യാവിനെ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. ബാബിലോൺ രാജാവ് വന്ന് ഇസ്രായേൽ ദേശത്തെ നശിപ്പിച്ച് ജനത്തെ അടിമകളാക്കി പിടിച്ചു കൊണ്ടുപോയപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഹല്ലേലൂയ വിലപിച്ച് പാടി. ബാബിൽ രാജാവ് വന്ന് ഇസ്രായേൽ ജനത്തെ മുഴുവൻ അടിമകളാക്കി ബന്ധിച്ചുകൊണ്ടുപോയി. അതോർത്ത് യിരെമ്യാവ് വിലപിച്ച് കരയുക. ഹല്ലേലൂയ. ഇദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ, യിരെമ്യാ പ്രവാചകന്റെ അവസാന വാക്കുകൾ, ആമീൻ, യിരെമ്യാവിന്റെ പുസ്തകം 43, 44 അധ്യായങ്ങളിൽ ആമീൻ കാണുവാൻ കഴിയും. അവിടെ വാദിച്ചാൽ ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ 81-ാമത്തെ വയസ്സിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു എന്ന് പാരമ്പര്യ കഥകൾ പറയുന്നു. കണ്ടോ, ദൈവം വിളിച്ചു വേർതിരിച്ചു. ജാതികളുടെ പ്രവാചകൻ അനവധി കഷ്ടതയുടെ കടന്നു പോകേണ്ടി വന്നു. ജനങ്ങൾ പൊട്ടക്കുഴിയിലിട്ടു. പശുറ പുരോഗതി നിറയത്തം കാലാമത്തിലിട്ട് ഹല്ലേലൂയ ആമിന് മർദ്ദനമേൽപ്പിച്ചു എന്ന് വേണ്ട അനവധി കഷ്ടത്തിലൂടെ യിരെമ്യാവ് കടന്നുപോയി. എങ്കിലും കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് അല്പം പോലും പിന്നോക്കം പോകാതെ, പുറകോട്ട് പോകാതെ മുമ്പോട്ട് തന്നെ യാത്ര ചെയ്തു. പ്രതികൂലങ്ങളെ ഹല്ലേലൂയ സ്തോത്രം തരണം ചെയ്തുകൊണ്ട്, പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് സ്തോത്രം യിരെമ്യാ പ്രവാചകൻ തന്റെ മേലുള്ള പ്രവചന ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്നു. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സ്നേഹിത, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിന്റെ നടുവിലേക്ക് നീ പിന്മാറിപ്പോകാതെ, അവിടെ നിന്ന് നീ ഓടി ഒളിക്കാതെ യിരെമ്യാ പ്രവാചകനെ പോലെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളെ ചെയ്യുവാൻ, ആമീൻ, ജനത്തിന്റെ കഷ്ടത നിമിത്തം, ജനത്തിന്റെ പാപമുഖാന്തരം കരയുന്ന പ്രവാചകനെ പോലെ നീ കരയുവാൻ തയ്യാറാണെങ്കിൽ, മുട്ടുമടക്കി നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് നിന്നിലൂടെ ചില കാര്യങ്ങൾ ചെയ്തെടുപ്പാനുണ്ട്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ദൂത്, യിരെമ്യാ പ്രവാചകനെ പോലെ ചില ആത്മഭാരം ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. ഈ അന്ത്യകാലഘട്ടത്തിൽ ഒരു അന്ത്യകാല അഭിഷേകത്തിന് വേണ്ടി ചിലരെ അഭിഷേകം ചെയ്യുവാൻ, ചിലരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ, ചിലർക്ക് ശുശ്രൂഷകൾ നിയോഗം കൊടുക്കുവാൻ, ചിലരെ കൈവച്ച് അനുഗ്രഹിച്ച് ശുശ്രൂഷയ്ക്ക് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശക്തമായ കാലഘട്ടത്തിൽ ദൈവം ചില സഹോദരിമാരെ, സഹോദരന്മാരെ, യുവക്കന്മാരെ തലമുറ ഉപയോഗിക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എന്റെ ഉള്ളിൽ തന്ന ദൂതുകൾ. ഹല്ലേലൂയ. അത് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. നാം ഈ ലോകത്തിൽ നടക്കുന്ന യുദ്ധങ്ങളും, യുദ്ധശ്രുതികളും, ക്ഷാമങ്ങളും, ക്ഷാമങ്ങളും, ഭൂകമ്പങ്ങളും, പേമാരിയും, കൊടുങ്കാറ്റും, ജലപ്രളയങ്ങളും, വ്യാപ്തികൾ കണ്ട് നാം ഭയപ്പെട്ടു പോകേണ്ട കാലം അസ്തമിച്ചു. ലോകം അവസാനം എത്തിയിരിക്കുന്ന ലോകജാതികൾ പറയുമ്പോൾ ഒരു വിശുദ്ധ തിരുവെഴുത്ത് വിശ്വസിക്കുന്ന സ്തോത്രം ദൈവജനത്തിന് മനസ്സിലാകും. അല്ലൊരു അന്ത്യകാല അഭിഷേകമാണ് ഇവിടെ നടക്കുന്നത്. അതിനിടയിൽ ചിലതൊക്കെ നടക്കണം. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു, പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൂതുകളെല്ലാം നിറവേറാനുണ്ട്. യേശുക്രിസ്തുവിന് വരവിന് മുമ്പേ ഹല്ലേലൂയ അനവരത്തി പേരുടെ പേരും കൂടെ ജീവപുസ്തകത്തിൽ എഴുതി ചേരുവാനുണ്ട്. അതിനുവേണ്ടി ദൈവം ചിലരെ വേർതിരിക്കുമെന്ന് തിരിച്ചറിയണം. അതെ, ദൈവത്തിന്റെ ചിലരെ കൂടെ ആവശ്യമുണ്ട്. രക്തജയ്, അതെ, നിങ്ങളിൽ ചിലരെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഒരു അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കിയെടുക്കുക. യിരെമ്യാ പ്രവാചകനെ പോലെ ഹല്ലേലൂയ രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുള്ളവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് രാത്രിയുടെ യാമങ്ങളിൽ നീ മുഴങ്കാലും മടക്കുന്നെങ്കിൽ, രാത്രി യാമങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സ്ഥിതികൾ മാറും. അല്ലേ? ഈ യിരെമ്യാ പ്രവാചകൻ എന്ത് ചെയ്തു? അവസാന കാലഘട്ടത്തിൽ 81-ാമത്തെ വയസ്സിൽ ജനം കല്ലെറിഞ്ഞു കൊണ്ടുവന്ന രക്തസാക്ഷിത്വം വരിച്ചു. അല്ലെങ്കിൽ അതെ, കർത്താവിന്റെ വേണ്ടി ജീവൻ വെച്ചു കൊടുത്ത പ്രവാചകൻ. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വലിയ ആത്മഭാരം ഉണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റുവട്ടത്തെ നോക്കുമ്പോൾ, നമ്മുടെ സഹോദരങ്ങളെ നോക്കുമ്പോൾ, നമ്മുടെ ബന്ധുമിത്രാദികളെ നോക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ, നമ്മുടെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വലിയ ആത്മഭാരം ഉണ്ടാകണം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയാൻ വിലപിക്കുന്ന പ്രവാചകൻ. ഹല്ലേലൂയ. എന്താണ് വിലപിക്കുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞാൽ? തന്റെ ജനത്തിന്റെ കഷ്ടതകൾ കണ്ട് രാവും പകലും കരയുന്ന പ്രവാചകനായിട്ടാണ് യിരെമ്യാവിനെ ഇവിടെ കാണുന്നത്. ഇസ്രായേൽ ജനത്തിനെതിരായി അവൻ പ്രഖ്യാപിച്ച ശേഷം വിധിയുടെ കൈപ്പിനീർ അവനും കുടിക്കേണ്ടി വന്നു. സമാജനത്തിന്റെ പാപം മുഖാന്തരം, അകത്യങ്ങൾ മുഖാന്തരം യിരെമ്യാവ് പ്രവചിക്കേണ്ടി വന്നു. ആ പ്രവചനം യിരെമ്യാവും കൂടെ അനുഭവിക്കേണ്ടി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം
ഹല്ലേലൂയ. വചനത്തിലെഴുതി എൻ്റെ ജനത്തിന്റെ അയ്യോ എൻ്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതമായ നിമിത്തം, ജനത്തിന്റെ മുറിവ് നിമിത്തം, ഹല്ലേലൂയ, ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു എന്ന് അവൻ പറയുന്നതിൽ, ഹല്ലേലൂയ, ആ കാര്യം ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമാകും. ഹല്ലേലൂയ. രമ്യ പ്രവാചകന്റെ പുസ്തകം 8-21 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. രമ്യാവിന്റെ പ്രവാചകര മുഖാന്തരം ജനത്തിന്റെ മുറിവ് നിമിത്തം, ജനത്തിന്റെ അകൃത്യ നിമിത്തം, ഹല്ലേലൂയ, ജനത്തിന്റെ പാപം നിമിത്തം പ്രവാചകനും ആ മുറിവേറ്റുകൊണ്ട് നടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹം പറയാണ്, ആ ദുഃഖി സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു, സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. പ്രത്യേകം താൻ പ്രവചിച്ച് ജനത്തിന്റെ മേൽ വന്ന അകൃത്യങ്ങൾ മുഖാന്തരം, ജനത്തിന്റെ മേൽ പാപം മുഖാന്തരം പ്രവചിച്ച് ദൈവത്തിന്റെ ന്യായവിധി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം സ്തംഭിക്കുന്നത് പോലെ, സ്തംഭനം പോലെ അദ്ദേഹത്തിന്റെ അനുഭവമാണ്. എന്നിട്ട് പറയാം, ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ, അവിടെ വൈദ്യനില്ലയോ, എന്റെ ജനത്തിൻ പുത്രിയുടെ രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ത്? ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ, ഗിലെയാദിൽ വൈദ്യനില്ലയോ, എന്റെ ജനത്തിന്റെ രോഗം ശമനം വരാത്തതെന്ത്? അത് ഗിലെയാദിന്റെ വൈദ്യനായിരിക്കുന്ന യേശുക്രിസ്തു, ഗിലെയാദിന്റെ സുഗന്ധ തൈലമായിരിക്കുന്ന ക്രൂശിലെ രക്തത്താൽ ഈ കാലഘട്ടത്തിലെ ജനത്തിന്റെ രോഗത്തിന് ശമനം വരുത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷെ നീ മുഴക്കാലിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ തലമുറ എവിടെയാണ് നിൽക്കുന്നത്? മദ്യപാനത്തിന് അടിമപ്പെട്ട്, ലഹരിക്ക് അടിമപ്പെട്ട് യുവാക്കന്മാർ, സ്കൂളുകളിൽ പഠിക്കുന്ന, കോളേജുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കാതെ, ഗുരുക്കന്മാരെ അനുസരിക്കാതെ, പോലീസ് ഉദ്യോഗസ്ഥരെ അനുസരിക്കാതെ, നിയമത്തിന് കീഴ്പ്പെടാതെ അവർക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നും ലഹരിക്കും അടിമപ്പെട്ട് സ്കൂളിൽ സ്കൂളിൽ പോകാതെ ബാഗിനകത്ത് മറ്റു വസ്ത്രം കരുതി അനവധി ചൂതാട്ട മേഖലയിൽ കടന്നുപോയിരുന്ന സല്ലപിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. നിയമങ്ങൾ അവർക്ക് അനുകൂലമാണ്. ആരെയും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. നിയമങ്ങൾ പോലും അവർക്ക് അനുകൂലം. നീ തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ നീ ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം ഏത് അധാർമ്മികതയ്ക്കും, ഏത് അശുദ്ധിക്കും, ഏത് ജനീയതയ്ക്കും ഇവിടുത്തെ നിയമങ്ങൾ ചിലത് അനുകൂലമായി നിൽക്കുന്നിടത്തോളം കാലം തലമുറകൾ അനുസരിക്കപ്പെടത്തില്ല. പണ്ടത്തെ പോലെ സ്കൂൾ അധ്യാപകർക്കുണ്ടായിരുന്ന അധികാരം അവർക്ക് തിരിച്ചു കൊടുക്കണം, പോലീസിന്റെ അധികാരം അവർക്ക് തിരിച്ചു കൊടുക്കണം, പോലീസിനെ വഴിയിലിട്ട് തല്ലിച്ചതയ്ക്കുവാൻ, പോലീസിനെ വഴിയിലിട്ട് ആക്ഷേപിക്കുവാനുള്ള അവസരമായി മാറാതെ അവരെ കർശനമായി ഉപദേശിക്കുവാൻ, താക്കീത് ചെയ്യുവാനുള്ള അധികാരം പോലീസിനെ കൊടുക്കണം. അതൊക്കെ അവർ പിൻവലിച്ചതാണ് ഈ പ്രശ്നം മുഴുവൻ. ഹല്ലേലൂയ. ഇതൊക്കെ പറഞ്ഞ ചിലർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എനിക്ക് പറയാതിരിക്കാനും പറ്റത്തില്ല. കാരണം തലമുറകൾ നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, തൃശ്ശൂരിൽ തന്നെ, തൃശ്ശൂർ പൂരത്തിന് ഒരു കൂട്ടം യുവാക്കന്മാർ മാറി, കുഞ്ഞുകുട്ടികൾ, ചെറിയ പ്രായക്കാർ സിഗരറ്റ് വലിക്കുന്ന, പാൻമസാലകൾ ഉപയോഗിക്കുന്ന, കഞ്ചാവ് വലിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ. ലഹരിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, ലഹരി മരുന്നുകൾക്ക്, കഞ്ചാവിന്, മയക്കുമരുന്നുകൾക്ക് ഒന്നാം സ്ഥാനമായിരിക്കും ഇന്ത്യയിലെ എടുത്തു പറയത്തക്ക ഏറ്റവും പ്രധാന പട്ടണമായിരിക്കുന്ന കൊച്ചിയുടെ അവസ്ഥ എന്താണ്? കൊച്ചി എന്ന് പറഞ്ഞാൽ ലോകാന്തരത്തിൽ വലിയ പേരും പ്രശസ്തിയുള്ള സ്ഥലമാണ്. പക്ഷെ കൊച്ചിയുടെ അവസ്ഥ എന്താണ്? ഇവിടുത്തെ ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗങ്ങൾ പ്രവർത്തിക്കുന്ന, മീഡിയ എന്ന് പറയുമ്പം എല്ലാവരും ഇല്ല കേട്ടോ, ചിലരൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. എന്നിവിടുത്തെ ചലച്ചിത്ര മാധ്യമ രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് ഈ നമ്മുടെ രംഗത്തേക്ക് വരുമ്പോൾ മാധ്യമങ്ങൾക്ക് ഒരുപാട് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ചലച്ചിത്ര മേഖലയിൽ നിൽക്കുന്ന അനവധി ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവർ പണമുണ്ടാക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ സുലഭമായി വിറ്റഴിച്ച് വലിയ വലിയ ഫ്ലാറ്റുകൾ ദൂർത്തടിച്ച് ജീവിതം നയിക്കുന്ന അനവധി ആളുകളെ കഴിഞ്ഞ കാലം കൊച്ചിയിൽ പിടികൂടി. അവരുടെ പേരിൽ കേസൊന്നുമില്ല. അവരെ വലിയ കേസൊന്നും, കാരണം അവരൊക്കെ വലിയ സ്റ്റാറുകളാണ്. സ്റ്റാറുകളുടെ പേരിൽ കേസെടുക്കാൻ പറ്റുമോ? സാധാരണക്കാരനെ ഒരു പൊതി കഞ്ചവുമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇടിയുടെ പൊടിപൂരമാണ്. എന്നാൽ ഇവിടുത്തെ ചലച്ചിത്ര മേഖലയിൽ നിൽക്കുന്ന, ഉന്നത സ്ഥാനമാനങ്ങളിൽ നിൽക്കുന്നവർക്ക് അവർക്ക് അവരെ പിടിച്ചാലോ, MLA മകനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? അവനെയും പുറത്തു വിട്ടു. എന്നാൽ സാധാരണക്കാരനെ പ്രശ്നമുള്ളൂ, ഉയർന്നവന് പ്രശ്നമില്ലെന്ന്. അപ്പം കഞ്ചാവും, ചരസും, മയക്കുമരുന്ന്, ഹെറോയിനും, ഹാഷിഷും തുടങ്ങി MDMA അടങ്ങിയ സിന്തസിസ് അടക്കമുള്ള സകല ലഹരികൾക്കും അടിമ ആയി ജീവിക്കുന്ന ഒരു പട്ടണമാണ് കൊച്ചി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എത്ര അതപ്പതിച്ചു പോയി കേരളം.
ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ മറ്റുള്ള ജില്ലകൾ ഇതൊക്കെ കാണുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന പൗലോസ് പറഞ്ഞു, ആതു നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർവരും കാരണമായി തീർന്ന പിതാവിന്റെ മുട്ടുകുത്തുന്നുവെന്ന് ആമേലരിയ പൗലോസ് എഫേസ്യ ലേഖനം 10 വായിച്ചു കേട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. പൗലോസിന്റെ ആത്മഭാരം പോലെ യിരെമ്യാ പ്രവാചകന്റെ ഭാരം പോലെ നാം ദൈവത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. സ്വതം എന്താണ് അധംപതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, കുടുംബത്തിനകത്ത് സമാധാനമില്ല, കുടുംബത്തിനകത്ത് കണ്ണുനീര, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ദൈവമായി യാതൊരു ബന്ധവുമില്ല. സുബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഇവിടെ വചനം പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, പാപഭംഗിരമായ യെരൂശലേം നഗരം ഉപേക്ഷിച്ച് വേറെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നെന്ന് യിരെമ്യാ പ്രവാചകൻ പറയാം. പാപം കൊണ്ട് പറയപ്പെട്ട യെരൂശലേം നഗരം വിട്ടിട്ട് മറ്റെവിടെങ്കിലും പോയി താമസിച്ചാൽ മതിയായിരുന്നു. അതാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9 അധ്യായം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ 2 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അയ്യോ എന്റെ ജനത്തെ വിട്ടു പോയി കളയേണ്ടതിന് ഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അവരെല്ലാവരും വ്യഭിചാരികളും ദ്രോഹികളും കൂട്ടവുമല്ലോ. അപ്പം ഈ ദേശം വിട്ടു പോയി എവിടെങ്കിലും താമസിക്കും, വഴിയാത്രക്കാരെ താമസിക്കുന്ന വഴിയിൽ എവിടെയെങ്കിലും എനിക്ക് സത്രം കിട്ടിയാൽ മതിയായിരുന്നുവെന്ന്. എന്നിട്ട് പറയുന്ന ഈ ജനങ്ങളെല്ലാം വ്യഭിചാരികളാണ്, ദ്രോഹികളാണ്. അത് ഇന്ന് വ്യഭിചാരം പെരുകി. കേരളത്തിന്റെ എല്ലാ മൂലകളിലും ലോക രാജ്യങ്ങളിൽ വ്യഭിചാരം പെരുകി. വ്യഭിചാരത്തിന് 1 സ്ഥാനം കൊടുക്കുന്നു. അല്ലെങ്കിൽ വ്യഭിചാരികളെ കൂട്ടുപിടിക്കാൻ, ചേർത്ത് പിടിക്കാൻ, വ്യഭിചാരികൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യുവാൻ അനവധി ആളുകളുണ്ട്. എന്ന സത്യസന്ധമായി ജീവിക്കുന്നവന് ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ ദുർമാർഗങ്ങളുടെ ജീവിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തലമുറയോട് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ നിയമങ്ങളും അനുകൂലമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്ന പ്രവചനത്തിലൂടെ എന്റെ ജനത്തെ വിട്ടുപോയി കളയേണ്ടതിന്, ജനത്തെ വിട്ടുപോയി കളയേണ്ടത് ഹല്ലേലൂയ സ്തോത്രം വിട്ടുപോയി കളയേണ്ടതിന് സ്തോത്രം മരുഭൂമിയിൽ, ഹല്ലേലൂയ, ജനത്തെ വിട്ടുപോയി മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം കിട്ടിയാൽ മതിയായിരുന്നു. അത് അത്രമാത്രം അധാർമികയിലൂടെ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കിയാട്ട് എന്തെല്ലാം അധാർമികതയാണ് നടക്കുന്നത്, എന്തെല്ലാം ചതിവും വഞ്ചനകളാണ് നടക്കുന്നത്. പാപം നിറയപ്പെട്ടു, പാപത്താൽ മനുഷ്യൻ തകർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ പ്രവാചകനെ പോലെ നീ കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. രക്തം ചെയ്യും. എനിക്ക് വീടുണ്ട്, എനിക്ക് വണ്ടിയുണ്ട്, ആഡംബര ജീവിതമുണ്ട്, എൻ്റെ മക്കളെല്ലാം വിദേശത്താണ്, എനിക്ക് പണമുണ്ട്, പ്രതാപമുണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞ് നീ മാറി നിൽക്കാതെ, ഹല്ലേലൂയ, നിനക്ക് ചുറ്റിലും കിടക്കുന്ന നിന്റെ സമശിഷ്ടങ്ങൾ നശിക്കുന്നത് കാണുമ്പോൾ നീ സുഖച്ചു പുളച്ചു മതിച്ച് ജീവിക്കാൻ അവർക്ക് വേണ്ടി കരയുവാൻ കഴിയണം. ഹല്ലേലൂയ. സഭയ്ക്കകത്തെ രാഷ്ട്രീയം മാറ്റിക്കളണം, സഭയ്ക്കകത്തെ അധികാര സ്ഥാനങ്ങൾ മാറ്റിക്കളണം, സഭയ്ക്കകത്തെ ജാതീയ ഭൂരികൾ മാറ്റിക്കളണം. സവർണനെന്നും അവർണെന്നും കർത്തവനെന്നും വെളുത്തവനെന്നൊക്കെയുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടിവിരി മാറ്റിവെച്ചിട്ട് സഭ പ്രാർത്ഥനയിലേക്ക് മടങ്ങി പോകണം. യിരെമ്യാ പ്രവാചകനെ പോലെ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയുമോ സഹോദരനേ? അതോ ഇന്നത്തെ സഭയ്ക്ക് കരയുവാൻ സമയമില്ല. അവർക്ക് ഇന്നത്തെ കാലഘട്ടം ദിവ്യാഗ്രഹ ചിന്തകൾ പെരുകി, സഭയ്ക്ക് ദിവ്യാഗ്രഹ ചിന്തകൾ പെരുകി, സ്ഥാനമാനത്തിന് വേണ്ടി പെരുകി, സ്ഥാനമാനം കിട്ടാൻ വേണ്ടി സ്ഥാനമാനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. വിമാനങ്ങളിൽ പറന്നു വരുന്നു. അന്യരാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങളിൽ പറന്നു വന്ന് കോടികൾ മുടക്കി സ്ഥാനമാനത്തിന് വേണ്ടി മത്സരിക്കുന്ന പാപം നിറഞ്ഞ മനസ്സുള്ള അനവധി ആളുകൾ സഭകളിൽ പെരുകുമ്പോൾ ഹല്ലേലൂയ രക്തം ചെയ്യാം. യിരെമ്യാവിനെ പോലെയുള്ള ആത്മഭാരം നഷ്ടപ്പെട്ടിരിക്കുന്ന സഭയ്ക്ക് നീ മടങ്ങി വരണമെന്നായി പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പറഞ്ഞ അവസാനം വരെ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിന്ന പ്രവാചകനാണ് യിരെമ്യാവ്. അവസാനം തന്റെ 81-ാമത്തെ വയസ്സിൽ ചരിത്രം പറയാൻ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന തന്റെ രക്തസാക്ഷിത്വം ഭരിക്കുന്നവരെ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിന്ന പ്രവാചകൻ. സ്വർഗരാജ്യത്തിൽ തീർച്ചയായും വളരെ ഫലം അധികമായിരിക്കും യിരെമ്യാവിന്.
ദൈവരാജ്യത്തിൽ യിരെമ്യാവിന് വളരെ ഫലം പ്രാപിക്കാൻ കഴിയും. കാരണം ദൈവത്തിന് വേണ്ടി വില കൊടുത്തവനാ, ദൈവത്തിന് വേണ്ടി ചോര കൊടുത്തവനാ, രക്തസാക്ഷിത്വം വരിച്ചവനാ, ആമേ കഷ്ടതയുടെ കടന്നുപോയവനാ, പ്രതികൂലത്തിലൂടെ കടന്നുപോയവനാ. എന്നെ കേൾക്കുന്ന മാതാപിതാവ് മടങ്ങിവ പ്രാർത്ഥനയ്ക്ക്. നിന്റെ കുടുംബം നാശിക്കുന്നത് കണ്ട് നീ വെറുതെ ഇരിക്കാതെ ഇന്ന് നീ ഈ ലോകത്തിൽ സുഖലൊരുവൻ ഇന്റർനെറ്റിലും മൊബൈലിലും നീ സമയം ചെലവഴിക്കാതെ വേർക്കൂത്ത് കണ്ട് നിന്റെ ജീവിതം നഷ്ടപ്പെടുത്താൻ നീ പ്രാർത്ഥനയ്ക്ക് മടങ്ങിവ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അവിടെ എവിടെയുമായി ഉണ്ട്, ദൈവസഭകളുണ്ട്. അവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാതെ ഹല്ലേലൂയ. നിന്റെ തലമുറയെ നേടണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. യുദ്ധം ചെയ്യണം. ആരോട് പ്രാർത്ഥിക്കണം? യേശു കർത്താവോട് പ്രാർത്ഥിക്കണം. മനുഷ്യന് മാനസാന്തരം നൽകുക, മനുഷ്യന് പാപം നൽകുന്ന, മനുഷ്യനെ അകൃത്യങ്ങൾ വിടിവിക്കുന്ന, മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടവൻ, മൂന്നാം നാളത്തെ ശക്തിയോടെ ഉയർത്തിന്നിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തവൻ, 40 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇന്നും തന്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവൻ, ആമേൻ, തന്റെ സഭയിൽ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുന്ന യേശുക്രിസ്തു ഏക ദൈവം, യേശുക്രിസ്തു ഏക ദൈവം, ഏക സത്യദൈവം. യേശുക്രിസ്തുവോട് പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ സമാധാനം തിരിച്ചു കിട്ടും. നിന്റെ തലമുറയെ നിനക്ക് നേടാൻ കഴിയും. പ്രൈസ്. അപ്പം പ്രാർത്ഥിക്കുന്ന ആരോടാ? ഏക സത്യ ദൈവമായിരിക്കുന്ന യേശു കർത്താവിനോട്. ഹല്ലേലൂയ. ദൈവത്തിന് അപ്പൊ യിരെമ്യാവിന് വളരെ ഫലം അവിടെയുണ്ട്. എന്നാൽ ഒരു സംശയവും വേണ്ട, അദ്ദേഹത്തിന്റെ ചരിത്രത്തെ വായിക്കുമ്പോഴല്ലേ എത്രയധികം കണ്ണുനീർ ചീന്തേണ്ടി വരുന്നു. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പ്രവചനം വായിക്കുമ്പോൾ നമ്മുടെ ഈ കണ്ണുകൾ ഒരുപക്ഷെ നിറഞ്ഞൊഴുകാൻ സാധ്യതയുണ്ട്. ഭാരത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് കേട്ടോ, ഹല്ലേലൂയ, വായിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ആമി ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി ആമി ദൈവത്തോട് യാചിച്ചു എന്നറിയുവാൻ കഴിയുന്നു. ഇസ്രായേലിനത്തിന് വേണ്ടി ദിവി നിന്നു. ഇസ്രായേലിന്റെ മുറിവ് മുഖാന്തരം ആമല്ലിയ ദൈവ നിന്ന് പ്രാർത്ഥിച്ചു. കഷ്ടതയുടെ കഷ്ടതയുടെ കാണുന്നത് യിരെമ്യാവും കുടുക്കേണ്ടി വന്നു. പ്രൈസ്. ഇങ്ങനെയുള്ള പ്രവാചകന്മാർ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടോ? ആമേൻ. ജനത്തിന്റെ കഷ്ടത മുഖാന്തരം കഷ്ടത അനുഭവിക്കുന്ന പ്രവാചകന്മാരുണ്ടോ ഇന്നത്തെ പ്രവാചകന്മാർക്ക് ആത്മഭാരമുണ്ടോ? ആമേൻ. ദൂതറിയിക്കുക. ഹല്ലേലൂയ. ആമേൻ. വിദേശ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി, അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി, ഗൾഫ് രാജ്യങ്ങൾക്ക് പോകാൻ വേണ്ടി, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി പോകാൻ ഒരു വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവചനമല്ലേ പ്രവാചകന്മാരെ ഇന്ന് നിങ്ങളുടെ ഭാരമെന്ന് പറയുന്നത്? ഹല്ലേലൂയ. പലരെയും നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. എന്നാൽ ചില പ്രവാചകന്മാരെങ്കിലും ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്നത്തെ പ്രവചനമൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശത്ത് കടന്നു പോകാൻ, അച്ചായന്റെയും അമ്മാമ്മയുടെയും പാപം വെളിപ്പെടുത്തിയാൽ, വീട്ടിലെ മക്കളുടെ പാപം വെളിപ്പെടുത്തിയാൽ പിന്നെ എനിക്കൊരു അവസരം കിട്ടത്തില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അവരെന്നെ വിളിക്കത്തില്ല, എനിക്ക് വിസ തരത്തില്ല എന്നൊക്കെ ചിന്തിച്ച് പാപം മറച്ചു വെച്ച് പാപത്തിന് വെള്ളപൂശിക്കൊണ്ട് പ്രവചിക്കുന്ന പ്രവാചക, ദൈവത്തിന്റെ ന്യായകരം നിനക്ക് വരാൻ സമയമായി. സാഹചര്യത്തിന്റെ പാപത്തെ ഒരിക്കലും മറച്ചു വെക്കാതെ പാപത്തെ സത്യസന്ധമായ രീതിയിൽ വിളിച്ചു പറഞ്ഞ പ്രവാചകനെ പോലെ ഹല്ലേലൂയ നീ ദൈവത്തിന് വേണ്ടി നിലകൊള്ളണം. ഹല്ലേലൂയ. സത്യസന്ധതയോടുകൂടി നിൽക്കണം കേട്ടോ. ആമേൻ. ദൈവത്തിന്റെ വചനം ജീവനാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായത്തുള്ള ഏത് വാളിലേക്കാൾ മൂർച്ചയുള്ളതാണ്. ആത്മാവിന്റെ സന്ധ്യപഞ്ചുകളിൽ വേർപെടി തുളച്ചിൽ ഹൃദയത്തിന്റെ ചിന്തനങ്ങളിൽ ഭാവങ്ങൾ വിവേചിക്കുന്നതുമായ വചനം നിന്റെ ആദരങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ഹല്ലേലൂയ ജനത്തിന്റെ പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരും. ജനത്തിന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുമ്പോൾ അവർ കണ്ണുനീരോടെ കരയുവാൻ തുടങ്ങും, പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് നിന്റെ ഭാരം എന്ന് പറഞ്ഞ ജനത്തിന്റെ പാപത്തെക്കുറിച്ച്, ദേശത്തിന്റെ പാപത്തെക്കുറിച്ചായിരിക്കണം ജനത്തിന്റെ ആത്മഭാരം ആവശ്യം. രക്തം ചെയ്യും. ഹല്ലേലൂയ. പാപത്താൽ മുഴുകിക്കിടക്കുന്ന തലമുറ. നമുക്കൊക്കെ ആത്മഭാരം ആവശ്യം കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നൊരു ഉപദേശിയായി കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ചിന്ത എന്താണ്? വിദേശത്തേക്ക് പോകണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. വിദേശത്ത് പോകണം, 10 പുത്തൻ ഉണ്ടാക്കണം. ഇവിടെ പ്രവചനമൊന്നുമില്ല. വിമാനത്തിൽ കയറുമ്പോൾ ചിലപ്പോൾ പ്രവചനം, ചിലക്ക് എയർപോർട്ടിൽ ചെല്ലുമ്പോഴാണ് പ്രവചനം, ചിലക്ക് എയർപോർട്ടിൽ നിറക്കുമ്പോഴാണ് പ്രവചനം. ചിലർ ഞാൻ ഇവിടെ വരുന്നിടം വരെയും ഒന്നും കിട്ടിയില്ല, ഇവിടെ വന്നിരുന്നപ്പോഴാണ് ചിലത് കിട്ടിയത്. ലൈവായിട്ടങ്ങ് പറയുക. അതിനൊക്കെ ഒരു ദൈവപ്രവൃത്തിയും കാണാറില്ല. ഹല്ലേലൂയ. പണത്തിന് വേണ്ടി ഏത് വ്യാജമാർക്കും, ഏത് വ്യാജ കള്ളങ്ങളും, ഏത് വ്യാജവും പറഞ്ഞ് പണമുണ്ടാക്കി ആമി പൊളച്ചു മതിക്കുന്ന ഭാഷാന്യ പശുക്കളെ പോലെ പലരും ഹല്ലേലൂയ ദൈവത്തിന് അകന്നിരിക്കുന്നത്. പക്ഷെ പ്രവാചകൻ യിരെമ്യാവ് അങ്ങനല്ല. പ്രവാചകൻ യിരെമ്യാവ് എന്ന് പറയുന്നത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രവാചകനായിരുന്നു. ഇന്ന് പകലെന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, തലമുറയോട് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ ഒരു തലമുറയെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. നീ ദൈവത്തിൽ മടങ്ങി വന്ന ദൈവത്തിൽ നിലപാട് വീഴുന്നെങ്കിൽ യിരെമ്യാ പ്രവാചകനെ ഉപയോഗിച്ചതുപോലെ ദൈവത്തിനെ ഉപയോഗിക്കുന്ന വീണ്ടും പരിശുദ്ധാത്മാവ് ചില യുവതി യുവാക്കന്മാരോട് ആലോചന പറയുക. ദൈവസ്വാമിയോട് ചില ആലോചന
ദൈവത്തിന് പറയുന്നു, എന്നെ കേൾക്കുന്ന ദൈവദാസനെ, നിന്റെ മേൽ ദൈവം ചില ശുശ്രൂഷകളെ അയക്കാൻ പോവുകയാണ്. ദൈവം നിനക്ക് ചില ശുശ്രൂഷകൾ ഫലമേൽപ്പിക്കാൻ പോവുകയാണ്. ചില കൃപാവരങ്ങളെ ദൈവം നിനക്ക് നൽകാൻ പോവുകയാണ്. ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? രമ്യാവിനെ പോലെ മുട്ടുമടക്കാൻ തയ്യാറാണോ? രമ്യാവിനെ പോലെ രാവും പകലും കരയേണ്ടതിന് ആ ഒരു ആത്മഭാരം നിനക്കുണ്ടോ? ആ കണ്ണുനീര് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. രക്തം ചെയ്യാം. ഇവിടെ ദൈവത്തിന് വന്ന് എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിതമാണ് അല്ലേ? പ്രാർത്ഥിക്കുക വളരെ ആത്മാക്കൾക്ക് വേണ്ടി വളരെ പ്രസവ വേദനയോടെ. ഇതൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പ്രാർത്ഥനയുടെ ആ കാര്യങ്ങളെ കുറിച്ച് പ്രസവ വേദനയോടെ നാം ദൈവ ജനത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, സമൂഹത്തിന്റെ അധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ ആഴ്ചയുടെ ആത്മാവോടുകൂടി കർത്താവ് തരുന്ന ഭാരവും ജനങ്ങളുടെ സ്നേഹവും നിന്റെ ഉള്ളിൽ വേണം. ഹല്ലേലൂയ. നമുക്ക് തരുന്ന ആത്മഭാരം, ഹല്ലേലൂയ, ആത്മഭാരവും ഒപ്പം തന്നെ ജനത്തോടുള്ള സ്നേഹം ഉണ്ടായിരിക്കണം. പാപിയായ മനുഷ്യനെ കാണുമ്പോൾ, പാപത്തിൽ വീണെടുക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ, ഒരു മദ്യപാനെ കാണുമ്പോൾ, ലഹരിക്കടിമയായ മനുഷ്യനെ ഒരു തലമുറയെ കാണുമ്പോൾ, ഒരു ഹല്ലേലൂയ ഏതെങ്കിലും അകൃത്യങ്ങൾ വീണ് കിടക്കുന്ന ഒരുത്തിനെ കാണുമ്പോൾ അവനെ കണ്ടെത്തി പരിഹസിക്കാതെ, അവനെ ഒറ്റപ്പെടുത്താതെ, അവനെ തള്ളിക്കളയാതെ, അവനെക്കുറിച്ച് വിമർശിച്ച് 10 പേരോട് പറയാതെ, അവനെക്കുറിച്ച് അവനെ സ്നേഹിപ്പാൻ, അവനെ ചേർത്ത് പിടിക്കുവാൻ, അവന് വേണ്ടി കാണുന്നതിലൂടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിലാണ് നിന്റെ മേൽ ആത്മഭാരം. അല്ലേ? ഇന്ന് അത് കഷ്ടപ്പെട്ടു. എന്തെങ്കിലും ഒരു കുറവ് കണ്ടാൽ മതി, പിന്നെ അവരങ്ങോട്ട് നോട്ടീസ് അടിക്കാൻ തുടങ്ങും. ഒരാളോട് പറഞ്ഞ് 2 പേരോട് 10 പേരോട് പറഞ്ഞ് അങ്ങനെ ആയിരം പേരുടെ ചെവിയിലെത്തി. പിന്നെ മനുഷ്യൻ ഒറ്റപ്പെടുത്തുക, പിന്നെ വിമർശിക്കുകയാണ്. എന്നാൽ ജനത്തിൽ ആ സഹോദരന്റെ പാപം കണ്ടിട്ട് ആ പാപത്തെ ഒന്ന് തിരുത്തുവാൻ, ആ മനുഷ്യനെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ ഉപദേശം പറഞ്ഞു കൊടുക്കുവാൻ, അവനെ മാനസാന്തരം നയിക്കുവാൻ ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ സഭയ്ക്ക് കഴിയുന്നില്ല. വിമർശനമായി മാറി. ഹല്ലേലൂയ. സ്തോത്രം. വ്യഭിചാരക്കൂട്ടത്തിൽ പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീയെ യേശുവിനെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8 വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ പരീശന്മാർ കൊണ്ട് നിർത്തിയിരിക്കുക. മോശയുടെ ന്യായപ്രമാണപ്രകാരം അവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പ്രമാണമുണ്ട്. അപ്പൊ യേശുവിന്റെ അരികിൽ കൊണ്ട് നിർത്തി യേശു കുനിഞ്ഞ് നിലത്തുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഞങ്ങൾ വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ചതാണ്, ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന പ്രമാണമുണ്ട്. ഗുരു, നീ എന്ത് പറയുന്നു എന്ന് യേശുവിനോട് ചോദിക്കുക. യേശു അല്പസമയം മിണ്ടാതിരുന്നിട്ട് ഹല്ലേലൂയ നിവർന്നത്ത് പറഞ്ഞു, തലയുയർത്തി, നിങ്ങൾ ഈ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൈ നിറച്ച് കല്ലുമായി വന്ന ഓരോരുത്തന്റെ കയ്യിലെ കല്ലുകൾ താഴെ വീണു. കുഞ്ഞുകുട്ടി അടക്കം മടങ്ങിപ്പോയി. ആർക്കും അവിടെ കല്ലെറിയാറില്ല. കാരണം എന്താ? എല്ലാവരും പാപികളാണ്. യേശുവോട് നീ പാപം ചെയ്യരുത്. എന്നെ കേൾക്കുന്ന മോശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, നീ പാപിയായ മനുഷ്യനാ. നിന്റെ മേൽ പാപമുണ്ട്. നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ നിരൂപണത്തിൽ നിന്റെ സഹോദരനെക്കുറിച്ച്, സഹോദരിയെക്കുറിച്ച്, നിന്റെ സഭയെക്കുറിച്ച് നീ പറയുന്ന ദുരാരോപണ മുഖാന്തരം നിന്റെ പേരും പാപമുണ്ട്. ആ പാപം മുഖാന്തരം നിനക്ക് മറ്റൊരുതിനെ കല്ലെറിയുവാൻ അവസരമില്ല. അതുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന യേശുവിനെ പോലെ, പാപിയെ സ്നേഹിക്കുന്ന യേശുവിനെ പോലെ, പാപത്തെ വെറുക്കുന്ന യേശുവിനെ പോലെ പാപത്തെ വെറുക്കണം. പാപിയെ സ്നേഹിച്ചുകൊണ്ട് അവന് ഉപദേശം നൽകി കൊടുക്കണം. യിരെമ്യാവിനെ പോലെ നമ്മൾ കണ്ണീരോടെ കരയണം. യേശു പാപത്തെ വെറുക്കും, പാപത്തിന് ശിക്ഷാവിധി തരും. പക്ഷേ പാപിയെ സ്നേഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ മനസ്സോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ അവന്റെ പാപം പുറത്തു കൊടുക്കുന്നവനാണ് നമ്മുടെ യേശു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകനെ പോലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. രക്തം ചെയ്യും. ആത്മഭാരം ആവശ്യമാകട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഉയർച്ച വരാത്ത, എന്തുകൊണ്ടാണ് നന്മ വരാത്ത, എന്തുകൊണ്ടാണ് അനുഗ്രഹമില്ലാത്ത, സമാധാനമില്ലാത്ത, കുടുംബത്തിനകത്ത് ഇരുളിന്റെ അനുഭവങ്ങൾ? ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് പോയിട്ടും മറുപടിയില്ല. എന്നും പ്രശ്നങ്ങൾ. കൂനിന്മേൽ കുരുവെന്ന് പറഞ്ഞ പോലെ പലരുടെയും വീടിന്റെ അവസ്ഥ. ഹല്ലേലൂയ. അവരുടെ ജീവിതാവസ്ഥ എങ്ങനെയാ? എന്തുകൊണ്ടാണ്? പാപം നിന്റെ കുടുംബത്തിൽ പെരുകുന്നു, പാപം നിന്റെ ജീവിതത്തിൽ പെരുകുന്നു, പാപത്തിന് അവസരം കൊടുക്കുന്നു, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. പാപത്തോട് പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽപ്പാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല ശ്രോതാവേ. ഹല്ലേലൂയ. മടങ്ങുക. ഹല്ലേലൂയ. പാപത്തോട് പ്രാണത്യാഗത്തോട് എതിർപ്പാൻ കഴിഞ്ഞിട്ട് എബ്രായലേഖനത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പാപത്തെ താരാട്ട് പാടരുത്, പാപത്തെ താലോലിക്കരുത്. അല്ലെ? കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിലെടുത്ത് കയ്യിലെടുത്ത് വിളിച്ച് താരാട്ടുപാട്ട് പാടി ഉറക്കുന്നത് പോലെ പാപത്തെ നിന്റെ കരങ്ങളിൽ എടുത്ത്, നിന്റെ ഹൃദയത്തിലെടുത്ത് താരാട്ടുപാട്ട് പാടി ഉറങ്ങി പാപത്തെ കണ്ട് സന്തോഷിക്കാതെ പാപത്തെ നീ വെറുക്കണം. പാപത്തെ പുറത്തിട്ട് പാപിയെ സ്നേഹിച്ച് യേശുവിന്റെ സന്നിധിക്ക് വന്ന് ആത്മഭാരത്തോടെ നീ പ്രാർത്ഥിക്കണം. രക്തം ചെയ്യണം.
പ്രൈസറോ അല്ലേലൂയ. ദൈവനാമം നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അത് ഈ കാലഘട്ടം വല്ലാത്ത കാലഘട്ടമാണ്. കേരളത്തിലെ സ്ഥിതി നോക്കിയാട്ടെ, എവിടെയും സുബോധം നഷ്ടപ്പെട്ടു പോയ ലഹരിക്ക് അടിമകളായി കിടക്കുന്ന സ്വാമി കുടുംബങ്ങൾ. 1000 കുടുംബങ്ങളെ നിങ്ങൾ കേരളത്തിൽ ഒന്ന് പെറുക്കി നോക്ക്. എന്തിന് 1000 വേണ്ടി 10 കുടുംബങ്ങളെ പെറുക്കിയെടുക്ക്. അങ്ങനെ 10 കുടുംബങ്ങൾ നോക്കാം. ഈ 10 കുടുംബങ്ങളിൽ എത്ര കുടുംബം സുബോധത്തിൽ ജീവിക്കുന്നുണ്ട്? ലഹരി ഉപയോഗിക്കാത്ത എത്ര കുടുംബമുണ്ട്? പുകവലിക്കാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരിക്ക് അടിമയാകാത്ത എത്ര കുടുംബമുണ്ട്? നിന്റെ അടുത്തുള്ള 10 കുടുംബങ്ങളിൽ നീ എണ്ണി നോക്ക്. അവരെ ചിന്തിച്ചു നോക്ക്. എന്നിട്ട് നീ 50 കുടുംബത്തിലേക്ക് 100 കുടുംബത്തിലേക്ക് വരണം. നിന്റെ പഞ്ചായത്തിലെ കുടുംബങ്ങളെ കുറിച്ച് പഠിക്കുക. ലഹരിക്ക് അടിമയായി ജീവിക്കുന്നതാണ് നിന്റെ പഞ്ചായത്തിലെ, നിന്റെ വാർഡിലെ സകല ജനങ്ങളും. അത്രമാത്രം പാപം പെരുകി. പ്രൈസലോ. ഇവിടെ രമ്യാവിനെ പോലെ പ്രാർത്ഥിക്കാൻ കഴിയണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇന്ന് കർത്താവ് നിങ്ങളുടെ മേൽ കൃപയുടെ ആത്മാവിനെയും യാതൊരു ആത്മാവിനെയും പകരും. അല്ലിയ ദാവീദ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ യാതൊരു ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ബലമില്ലാതാകൂളം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ദാവീദ് ബലമില്ലാതാകൂളം പ്രാർത്ഥിച്ചുവെന്ന് അല്ലെങ്കിൽ സ്തോത്രം 1 ശമൂവേലിന്റെ പുസ്തകം ഹല്ലേലൂയ സ്തോത്രം 30-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പോൾ ദാവീദ് കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകൂളം ഉറക്കെ കരഞ്ഞു എന്നാണ്. എന്താണ് ഹല്ലേലൂയ? അമാലേക്യർ സിഗ്ലാഗിനെ നശിപ്പിച്ച് ദാവീദിന്റെ ഭാര്യമാരെയും മാടുമാട് കന്നുകാലികളെ സകല ജനത്തെ പിടിച്ചുകൊണ്ടുപോയി. ആ വാർത്ത ദാവീദിന്റെ ചെവിയിലെത്തിക്കഴിഞ്ഞപ്പോൾ ദാവീദ് കൂടെയുള്ളവരും ജനവും കരയുവാൻ ബലമില്ലാതാകൂളം കരഞ്ഞു എന്നതേ ദൈവം നിന്നിരുവതാണ് ആഗ്രഹിക്കുന്നത്. ബലമില്ലാതാകൂളം നീ കരഞ്ഞു പ്രാർത്ഥിക്കണം. അല്ലേരി. ദാവീദിനറിയാം തന്റെ ആടുമാടുകളും ഭാര്യമാര് നഷ്ടപ്പെട്ടു, തന്റെ മക്കൾ നഷ്ടപ്പെട്ടു. അല്ലേരിയ. തന്റെ കൂടെയുള്ള ജനങ്ങൾ നഷ്ടപ്പെട്ടു. അതിന്റെ ഭാരം ദാവീദിന് മനസ്സിലായി. ബലമില്ലാതെ യാഗോളം കരഞ്ഞ ആ മനുഷ്യനെ പോലെ നിനക്ക് കരയുവാൻ കഴിയുമോ? സ്തോത്രം. ചുറ്റിനും നടക്കുന്ന സംഭവങ്ങളെ നീ കണ്ടില്ലെന്ന് നടിക്കരുത്. നീ അതിനെ കണ്ടിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവന്റെ വീട്ടിൽ അത് നടക്കട്ടെ, എന്റെ വീട് സുഖമാണെന്ന് നീ ചിന്തിക്കരുത്. ഹല്ലേലൂയ. ചിലർ പറയും അവരുടെ വീട്ടിലല്ലേ നടക്കും, നമുക്കെന്താ പ്രശ്നം? അവരവരുടെ മക്കളുമല്ലേ തമ്മിലടിക്കുന്നത് എന്നൊക്കെ അല്ല സഹോദരൻ പറയേണ്ടത്. അവരവരുടെ മക്കൾ തമ്മിലടിക്കുന്ന, കലഹിക്കുന്ന, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാണും, അയൽവാസികൾ സെന്ററിൽ കാണുമ്പോഴും നീ അത് കണ്ട് വിമർശിക്കാതെ അവരുടെ വീട്ടിലാണ് നടക്കുന്നവർ ഒഴിഞ്ഞു മാറാതെ ഹല്ലേലൂയ യിരെമ്യാ പ്രവാചകനെ പോലെ മടങ്ങി വന്ന് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് നിനക്ക് ആത്മഭാരം ആവശ്യമാണ്. ആത്മഭാരം നിനക്ക് വേണമെങ്കിൽ നീ വീണ്ടെടുപ്പ് പ്രാപിക്കണം. വീണ്ടെടുപ്പ് എന്ന് പറയാൻ കർത്താവ് യേശുക്രിസ്തുവിന് വീണ്ടും ജന്മം പ്രാപിക്കണം. വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിക്ക് മാത്രമേ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ജനത്തിന് മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ, പാപബോധം വരുത്തുള്ളൂ. അല്ലാത്ത ഒരു പ്രാർത്ഥനയ്ക്കകത്തും ഒരു യാഗത്തിനകത്തും പാപബോധവും ഇല്ല, മാനസാന്തരവും ഇല്ല. പാപബോധവും മാനസാന്തരവും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ജീവനുള്ള ഏക സത്യ ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലാണ് ജനത്തിന് പാപബോധവും മാനസാന്തരവും ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. മടങ്ങി വരണം കേട്ടോ. മാനസാന്തരം മടങ്ങുക. സുവിശേഷത്തിന് നിന്റെ ഹൃദയത്തിനകത്ത് വലിയ സ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ. പാപിയെ വെറുക്കുന്ന യേശുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ വന്ന് പാപിയെ സ്നേഹിക്കുക നിനക്ക് കഴിയണം. അവനെ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞാൽ അവന്റെ പാപത്തെ നീ സ്നേഹിക്കണമല്ലോ. പാപത്തിന് സപ്പോർട്ട്, പാപത്തെ വെറുക്കും നീ. ഹല്ലേലൂയ. അപ്പൊ നീ അവനെ സ്നേഹിക്കണം, അവനെ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 56-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ച 56-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുകയും, നീ എന്റെ വീഴ്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ എന്ന് ദാവീദ് പറയുക. എന്താണ് ഇതിന്റെ ചരിത്ര ഭാഗം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. 8-ാം വാക്യത്തിൽ ഹല്ലേലൂയ. ഈ വാക്യത്തിൽ തുരുത്തി എന്ന് പറയുന്നത് വീഞ്ഞും മറ്റും സൂക്ഷിച്ചു വെക്കുന്ന തുകൽ സഞ്ചി ഉദ്ദേശിച്ചാണ്. കണ്ണുനീർ തുരുത്തിയിൽ ആക്കി വെക്കുക എന്ന് പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. റോമൻ ജനതയുടെ ഇടയിൽ പുരാതന കാലങ്ങളിൽ നിലവിൽ നിന്നിരുന്ന ആചാരമാണെങ്കിലും ഒരു മരണവേളയിൽ ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ ദുഃഖത്തിൽ ഇരിക്കുന്നവന്റെ അടുത്ത് ചെന്ന് അവന്റെ കണ്ണുനീർ ഒരു ചെറിയ കുപ്പി ശേഖരിച്ച് അത് ഓർമ്മ വസ്തുവായി സൂക്ഷിക്കുന്ന പതിവ് അന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ.
ചിലപ്പോൾ അത് അയാളുടെ ശവകുടീരത്തിന്മേൽ തന്നെ വെക്കുകയും ചെയ്യും. ഭക്തന്റെ കണ്ണുനീരിന്റെ കണക്ക് ദൈവം കൃത്യമായി സൂക്ഷിച്ചു വെക്കുന്നു എന്ന് അതൊരു അടയാളമായിരുന്നു. അല്ലേ? പക്ഷെ ഇന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണ വീട്ടിൽ ചെന്ന് ആ മനുഷ്യന്റെ കൂടെ ഇന്ന് കരഞ്ഞിട്ട് കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ചത് ഓർമ്മയ്ക്ക് വേണ്ടി അന്ന് സൂക്ഷിച്ചെങ്കിൽ അവന്റെ ശവകുടീരത്തിൽ വെച്ച് അത് ഓർമ്മയായി സൂക്ഷിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ നീ ജലത്തിന്റെ പാപമുഖാന്തരം, പാപത്തിൽ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ ചെന്ന് പാപമുഖാന്തരം തകർന്നു കിടക്കുന്ന കുടുംബത്തിലേക്ക് ചെന്നിട്ട് അല്ലേരിയ ആ കുടുംബത്തിലുള്ള ഒരു സുവിശേഷം പറയണം. ദൈവവചനം പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവരെ അനുതാപത്തിലേക്ക് കൊണ്ടുവരണം, പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവന്ന് കണ്ണുനീരോടെ അവന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി നീടി നിന്ന് പ്രാർത്ഥിക്കണം. അല്ലേരിയ അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങുക. ആകിയാൽ കർത്താവ് ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെ യാതൊരു ആത്മാവിനെ പകരുമെന്ന് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12:10 കഴിഞ്ഞ ചില ദിവസങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദാവീദ് ഗൃഹം എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങളെ കുറിക്കുന്നു. ദാവീദ് ഗൃഹം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ജനങ്ങളെ കുറിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയിൽ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ കൃപയിലേക്ക് വന്നെങ്കിൽ, ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ദൈവകൃപയില്ലാത്ത ഒരുവരും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. യഥാർത്ഥമായി ജനത്തിന്റെ പാപങ്ങളെ കണ്ടിട്ടാണ് ഓരോന്ന് എണ്ണി പറഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് കൃപ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്നും പണ്ടത്തെ പോലെ ചെന്ന് നിന്നിട്ടൊക്കെ പോരും. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ പാപത്തിന് പരിഹാരത്തിന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളില്ല. നേർച്ചകളോ കാഴ്ചകളോ നിന്റെ വഴിപാടോ യാഗങ്ങളോ അല്ലെങ്കിൽ ഒന്നുകൊണ്ടും നിന്റെ മറ്റൊരുവിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ മറുപടിയില്ല. മറ്റൊരുത്തിന്റെ പാപത്തെ കണ്ടിട്ട് അവര് വേണ്ടി കണ്ണുനീരോടെ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇരമ്യാവിനെ പോലെ, ആദിമ സഭയെ പോലെ. ഹല്ലേലൂയ. നിനക്ക് ബലമില്ല, ആകൂളം നീ കരഞ്ഞ് പ്രാർത്ഥിക്കണം. അതിന് ദൈവകൃപ നിനക്ക് ആവശ്യമാണ്. ദൈവകൃപ വെറുതെ കിട്ടത്തില്ല. പാപിയായ നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് ശുദ്ധീകരണം പ്രാപിക്കണം. മാനസാന്തരപ്പെടുമ്പോൾ അവൻ കൃപ നിന്റെ മേൽ പകരും. കൃപ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ആത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നീ ദൈവസന്നിധിക്കുമ്പോൾ ദൈവശബ്ദത്തെ കേൾക്കുവാൻ നിനക്ക് കഴിയും. ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കും. ദൈവശബ്ദം നിന്റെ നാവിനാൽ എന്തിന്റെ അത്രയും പ്രവചനമായി മാറും. ഇന്ന് പകലിനെ കേൾക്കുന്ന സഹോദരിമാർ പറയട്ടെ, സഹോദരന്മാർ പറയട്ടെ, നീ ദൈവസന്നിധി കൃപയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിലവിളിക്കുന്നെങ്കിൽ, കണ്ണുനീരുടെ ആത്മഭാരത പ്രാർത്ഥിക്കുകയും ദൈവശബ്ദം നിന്റെ കാതുകളിൽ കേൾക്കുക. ദൈവശബ്ദത്തിന്റെ ആത്രങ്ങളുടെ പ്രവചനാത്മാവായി മാറും. പ്രവചന ദൂതങ്ങളായി മാറും. അല്ലെ ചുമ്മാ ഈ പ്രവചനം ഇങ്ങോട്ട് കിട്ടത്തില്ല കേട്ടോ. ചുമ്മാ പ്രവചിക്കാൻ പറ്റില്ല, പ്രവചനം പറയാനും പറ്റത്തില്ല. എപ്പോഴും പ്രവചനം എപ്പോഴും പ്രവചനമൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല. ഹല്ലേലൂയ. പ്രവചനം വേണേ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേൾക്കുമ്പോൾ ആ ദൈവശബ്ദത്തിന്റെ നാവിലൂടെ പ്രവചന ദൂതായി ദൈവം തരും. ഹല്ലേലൂയ. അല്ല ഇപ്പോൾ കിട്ടിയത് പ്രസ്താവിക്കുന്നതല്ല പ്രവചനം കേട്ടോ. ഹല്ലേലൂയ. ദൈവസന്നിധിക്ക് മടങ്ങി വരണം. ദൈവ സമയാസമയങ്ങളിൽ നീ കണ്ണതിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തെക്കുറിച്ച്, ജനത്തെക്കുറിച്ച്, അധികാരികളെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, രാഷ്ട്രങ്ങളെക്കുറിച്ച്, രാഷ്ട്ര തലവന്മാരെക്കുറിച്ച്, നിനക്ക് ചുറ്റുമുള്ള ഈ സഭയെക്കുറിച്ചുള്ള ദൂതുകൾ ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം പ്രവചനം ഏൽപ്പിക്കുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. പ്രവാചകനാണോ? പ്രാർത്ഥിക്കണം. മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേൾക്കുമ്പോൾ അത് പ്രവചനദൂതായി ദൈവം നിന്റെ ആദരങ്ങളുടെ പുറത്തേക്ക് അയക്കും. ആ പ്രവചനദൂത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ മാനസാന്തരപ്പെടും. അതിനുവേണ്ടി ദൈവം നിന്നെ വിളിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി സഹോദരി, ദൈവത്തിന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവശബ്ദത്തിന്റെ കാതുകളിലേക്ക് വരും. ആ ദൈവശബ്ദം നിന്റെ ആദരത്തിലൂടെ പ്രവചനദൂതായി പുറത്തേക്ക് വരും. ദൈവം അതിനുവേണ്ടി നിന്നെ ഉപയോഗിക്കാൻ പോകുക. ഇരമ്യാവിനെ പോലെ വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാണ്ട് ചിലരെയൊക്കെ ദൈവ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നേ. ചിലരൊക്കെ ഉപയോഗിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ വിശ്വസിക്കുക. ദൈവം നിന്നിലൂടെ വലിയ ശുശ്രൂഷ ആഗ്രഹിക്കുന്നതാണ്. നിന്നെ വെറുതെ വിളിച്ചല്ല, നിനക്ക് വേണ്ടി ക്രൂശിൽ യേശു യാഗമായി തീർന്നെങ്കിൽ പരമയാഗമായി നിനക്ക് വേണ്ടി ജീവനം, നിനക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ തന്നെങ്കിൽ അതൊരിക്കലും വൃഥാവായി പോകുകയില്ല. അവൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അവൻ തന്നെ നിന്നോട് നിറവേറ്റുക തന്നെ ചെയ്യും.
പ്രൈസോ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ആത്മാവിൽ സ്തോത്രം പറഞ്ഞാട്ട് കർത്താവ് എനിക്ക് പ്രവചന ശുശ്രൂഷ ചെയ്യണം, എനിക്ക് പ്രവചന തോന്നി ഏറ്റെടുക്കണം, എനിക്ക് രമ്യാവിനെ പോലെ ആമേ പ്രവചനാത്മാവിൽ ശുശ്രൂഷിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, ജനത്തിന്റെ പാവങ്ങൾ കാണുമ്പോൾ മല്ലിയ എൻ്റെ ഉള്ളിൽ ദിവ്യാഗ്രഹം വരാതെ അവരെ മാറ്റി നിർത്താതെ അവന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എനിക്ക് പ്രവചന ദൂതരെ നൽകണമെന്ന് ദൈവത്തിന് മുഴങ്ങാലും മുടക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ ശുശ്രൂഷ ഏൽപ്പിക്കും. രക്തം ചെയ്യും. പ്രൈസലോ. ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ എണ്ണം വരിക പോവുക ദൈവം നിയോഗിക്കുന്നത്. അല്ലേലിയ സഭ നിയോഗിക്കുന്ന പ്രയോജനമല്ല, അല്ലെങ്കിൽ പ്രവാചകന്മാരല്ല, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന പ്രവാചകന്മാരിൽ ദൈവത്താൻ നിയോഗിതനായിരിക്കുന്ന ദൈവം വിളിച്ച് വേർതിരിച്ച് യെരമ്യാവിനെ പോലെ ദൈവം വിളിച്ച് വേർതിരിച്ച ചില പ്രവാചക അമേലിയ കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. രക്തം ചെയ്യും. വിശ്വസിക്കുന്നു. അതിലൊരുവൻ നീയാകട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരി അതിൻ്റെ ഒരുവാണ് നീയാകട്ടെ. എനിക്ക് സഹോദരൻ അതിൻ്റെ ഒരുവൻ നീയാകട്ടെ. എന്നെ കേൾക്കുന്ന യുവാക്കന്മാരുടെ തലമുറയുടെ ആദ്യം ഒരാൾ നീയാകട്ടെ. ദൈവത്തിന്റെ പ്രവചനം ഏറ്റെടുത്തുകൊണ്ട് ജനത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന് അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഒരസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി. രക്തം ചെയ്യും. പ്രൈസലോ. വിശ്വസിക്കുക. കരം പിടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? ശക്തമായി ചില ദൂതകൾ ദൈവം ഈ പ്രഭാതത്തിൽ ചിലരുടെ കൈമാറുകയാണ്. അല്ലേലൂയ. രക്തം ചെയ്യും. അതായത് ദൈവത്തിന് നിങ്ങളുടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന് വായിക്കുമ്പോൾ അലിയ ഒരു ദിവസം പാപിനിയായ സ്ത്രീ യേശുവിന്റെ പാദത്തിൽ വന്നു വീണു. സുവിശേഷം 7:36 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. പാപിനിയായ സ്ത്രീ യേശുവിന്റെ പാദത്തിൽ വന്നു വീണു. യേശുവിന്റെ പാദങ്ങളെ തന്റെ കണ്ണുനീരാൽ നനച്ചു, തന്റെ തലമുടി കൊണ്ട് തുടച്ച് പാദങ്ങളെ മൂത്തം ചെയ്ത് പരിമളത്തൈലം പൂശി. അവൾ വായി തുറന്നൊന്നും സംസാരിച്ചില്ല. എന്നാൽ അവൾ ചൊരിഞ്ഞ് കണ്ണുനീർ സംസാരിച്ചു. അവൾ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹം സംസാരിച്ചു. ദൈവസ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് അല്ലേലൂയ നമ്മൾ റോമാലേഖനം 5:5 വായിക്കുന്നത്. അവൾ കരഞ്ഞൊന്നുമില്ല, പക്ഷേ എന്ത് ചെയ്തു? അവളുടെ കണ്ണതിനകത്ത് കരച്ചിലുണ്ടായിരുന്നു. അല്ലേലൂയ. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ദൈവസ്നേഹമാണ് സംസാരിച്ചത്. അത് ഇന്ന് പകൽ മടങ്ങുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എന്താണ് വായിച്ചത്? അയ്യോ, എന്റെ ജനത്തിന്റെ ഒത്തിരിയുടെ നികതമാണ് നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീർപ്പവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതേ പാപം കൊണ്ട് നിറയപ്പെട്ട കേരളത്തിന് വേണ്ടി, ആമേ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ദേശത്തിന് വേണ്ടി നിൽക്കുന്ന ജില്ലയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, അധികാരികൾക്ക്, ഭരണ സംവിധാനങ്ങൾ, മത മേലാൾക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ തീവ്രവാദി ഭീകരവാദ വർഗവാദിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുമോ? മടങ്ങുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കൂടെ ദൈവം എനിക്ക് തന്നു. യരമ്യാവിനെ കൂടി ദിവസങ്ങൾ കർത്താവേ, ഞങ്ങൾക്ക് ശക്തിയോടെ ആത്മഭാരത്തോടെ മുഴങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ജനത്തെ ഒരുക്കണമേ, സഭയെ ഒരുക്കണമേ. ദൈവദാസമായ ഒരു തലമുറയെ ശക്തമായി ദൂതമായി പ്രവചനമായി ദൈവം എഴുന്നേൽപ്പിക്കാനായി പ്രാർത്ഥനയുടെ ശൈശവത്തിൽ ബാല്യ കൗമാരി ഗൗരവത്തിൽ വാർത്തയിലാരും വൃത്തരസന യാചകർ തലമുറയിലായിരിക്കുന്ന കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, ഇന്ത്യയിലെ 143 കോടിയധികം ജനങ്ങൾ, ലോകരാജ്യങ്ങളിലോട് കോടി ജനങ്ങൾ, എണ്ണത്തിൽപ്പെടാത്തവരെ എല്ലാം ഞാൻ ഓർക്കുന്ന കർത്താവ്, സകല ഭരണ സംവിധാനങ്ങളിൽ ന്യായാധിപാരെ, സകല ക്രമസംബന്ധകാരകരെ, എല്ലാ ജാതിമത വർഗവർണ്ണ വ്യത്യാസത്തിൽ സകല ജനങ്ങളെ കുടിലോട്ട് കൊട്ടാരത്തേക്ക് പാർക്കുന്ന എല്ലാ മത നേതാക്കന്മാരെ, എല്ലാ മത സാംസ്കാരിക മീഡിയ രംഗം നിൽക്കുന്നവർ, എല്ലാ സജീവർക്ക് സകല ജനത്തെയും ഈ ദിവസം കർത്താവ് പാപത്തിന് വെന്തിരിവ് മദ്യത്തിലും മകിക്കും ലഹരിക്കും അടിപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ പുറത്തു വരേണ്ടതായി കണകയുടെ പ്രാർത്ഥിക്കൽ, കുടുംബ തകർച്ച, കുടുംബ ജീവിതത്തെ ഭിന്നതകൾ, ആമേ കുടുംബജീവിത സംശയങ്ങൾ, അല്ലെങ്കിൽ തലമുറ തമ്മിലുള്ള കലശം, ആമേ ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന ഈ തലമുറകൾ, പാപത്തിൽ വീണ് കിടക്കുന്ന സ്ഥാനമാന അധികാരികൾക്ക് വേണ്ടി കർത്താവ് രക്തചൊരിച്ച് നടക്കുന്ന ഈ ജനത്തിന്റെ ശക്തമായി പ്രാർത്ഥനാത്മാവിൽ ഈ ദിവസം ദൈവസഭയെ നിറക്കണമേ, ദൈവവാസവസഭയെ നിറക്കണമേ. കൃപയുടെ അവരെ പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവശബ്ദം കേട്ട് ശക്തമായി പ്രവചന ദൂതമായി യരമ്യാവിനെ പോലെ ദൈവങ്ങളെ ശരീരത്തിലേക്ക് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദൈവമക്കളെ ദിവസമായി ഓർത്ത് പ്രാർത്ഥിക്കുക. കേരളം വിദേശ രാജ്യങ്ങളായിരിക്കും എല്ലാവരും ഓർക്കുകയാണ്. സകല മുഖത്ത് എടുത്താൽ യേശുവിന്റെ നാമത്തിൽ തന്നെയാണ്.